എന്താ പ്രശ്നം? അല്ല, ഒരു വണ്ടി വരാൻ പറഞ്ഞിരുന്നേ, ഇതുവരെ എത്തിയില്ല. നമ്മളെ കൂട്ടിയ ക്രിമിനൽ ജീനിയസ്. നമ്മളെ അയച്ചത് മിഥുൻ സാറാണെന്ന് അയാൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. കല്യാണമായിട്ട് നേതാവ് ഇങ്ങോട്ടാ. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് എനിക്ക് അത്യാവശ്യമായിട്ട് ഇവിടുന്ന് പോകണം. മുങ്ങണം അല്ലേ? വേണം. ഞാൻ ഇനി ഇവിടെ നിന്നാ എന്റെ അന്തസ്സും അഭിമാനം ഒക്കെ ഇല്ലാതാവും. ഡോണ്ട് വറി. ഞാനൊരു കോടീശ്വരനാണെങ്കിലും എന്തു ജോലിയും ചെയ്യും. പരോപകാരിയായ കോടീശ്വരൻ. കല്യാണം നടത്താനും മുടക്കാനും ഞാൻ സഹായിക്കും. പക്ഷേ ഇതുവരെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ അന്തസ്സും അഭിമാനം കാത്തു സൂക്ഷിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ താങ്കളെ ഞാൻ രക്ഷിക്കും. വേഗം കാര്യം കഴിക്കും. നീ കേറ്. ഞാനെന്തിനാ വരുന്നേ? എടി, നമ്മൾ നടത്തുന്നത് കല്യാണ പന്തലിൽ നിന്നുള്ള ഒളിച്ചോട്ടാ. ചിലപ്പോ നിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ടിവരും. കേറ്. ഇവളും കൂടി വന്നിരുന്നെങ്കിൽ കിളി പോലെയുള്ള ഈ പെണ്ണിനെ ഇംപ്രസ് ചെയ്ത് വശത്താക്കാമായിരുന്നു. വാതുരി കേറ്. ബാക്കിലിരുന്ന് യാത്ര ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ലല്ലോ. ഇല്ല. എന്നാ വാ, ഇവിടെ ഇരുന്നോ. വാ, കേറിയോ. സാറും അയാളും തമ്മിലുള്ള ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തോ? അങ്ങനെ തോന്നുന്നു. ആ, രാഷ്ട്രീയക്കാരനല്ലേ, ആരെയും പറഞ്ഞ് ചാക്കിലാക്കും. സാറ് കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെട്ട സ്ഥിതിക്ക് ഇനി നമ്മളെ ചീത്ത വിളിക്കില്ലല്ലോ. അത്രേ സമാധാനം. നീ വണ്ടി എടുക്ക. കീർത്തിക്കൊരു നല്ല ജീവിതം നൽകിയതില് സത്യനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എന്നോട് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും കാലം പ്രിയെ മറന്നുപോയല്ലോ എന്നോർത്ത് കുറ്റബോധം കൊണ്ട് നീറിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. സത്യന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. ഇനി ഒരിക്കലും കാണരുതെന്ന് കരുതി തന്നെയാണല്ലോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ പിരിഞ്ഞത്. ശില്പ, അല്ല, ഞാൻ ചോദിക്കുന്നത് കൊണ്ട് പ്രിയക്കൊന്നും തോന്നരുത്. ശില്പ ഞാൻ ഉദ്ദേശിക്കുന്ന കുട്ടി തന്നെയല്ലേ? അതെ. വയ്യാണ്ട് ഒരു സംസാരം. यहाँ कुछ कुछ होता है. ഇവര് തമ്മിൽ സംസാരിക്കുന്നത് എന്താണെന്ന് കേൾക്കാൻ ഒരു വഴിയുമില്ലല്ലോ. അവിടെ ചെന്ന് നിന്നാൽ ബയ്യേയും പുരാണി പ്രേമിയെയും തമ്മിൽ എന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കാം. കുടുംബം നോക്കാൻ വേണ്ടി ശില്പ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിലെ ജോലികളിൽ എന്നെ സഹായിച്ചും കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തും തയ്യൽ ജോലി ചെയ്തു നോക്കിയാ അവൾ ഇത്രയും നാളും പഠിച്ചത്. കൂടെ കീർത്തിയും പഠിപ്പിച്ചു. ശില്പയുടെ വിവാഹത്തിന് മുൻപ് കീർത്തിയുടെ വിവാഹം നടക്കുന്നതിൽ പ്രിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ കൂടെ നിന്ന് അവളുടെ ജീവിതം തകർന്നു പോകുന്ന എന്റെ പേടി. അതെന്താ പ്രിയ അങ്ങനെ പറഞ്ഞത്? പ്രശ്നം ഗോപേട്ടന്.
സ്വന്തം ചോരയിൽ പിറന്ന മകളല്ലാത്തതുകൊണ്ട്